വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വളരെ രുചികരമായ ചിക്കൻ കുറുമ തയ്യാറാക്കാം. സോഫ്റ്റ് ചിക്കനും ക്രീമി ഗ്രേവിയും ചേർന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 ചെറിയ സവാളയും 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് ഒന്നിളക്കുക. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വീണ്ടും ഇളക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റാം. ഒരു 10-12 ബദാം 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ തൊലി മാറ്റിയെടുക്കാം. ബദാം ഈ മസാലക്കൂട്ടിലേക്ക് ചേർക്കാം. ബദാമോ കാഷ്യൂ നട്ടോ ഉപയോഗിക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ മിക്സ് തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ അരച്ചെടുക്കുക. വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ 3 ഏലക്കയും 2 പട്ടയും 4 ഗ്രാമ്പൂവും ചേർത്ത് ഒന്ന് ഇളക്കുക. ഞാനിവിടെ 400 ഗ്രാം എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഈ ചിക്കനും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് വീണ്ടും ഇളക്കുക. ചിക്കൻ്റെ കളർ മാറി വൈറ്റ് കളർ ആകുന്നിടം വരെ ഇളക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ നല്ലതുപോലെ ഇളക്കി അതിൻ്റെ കളറ് മാറ്റിയെടുക്കണം. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തയ്യാറാക്കി വെച്ച സവാള മിക്സ് നല്ലതുപോലെ അരച്ചത് ചേർക്കാം. ഈ മിക്സ് ചിക്കനിൽ 1 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കുക. ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിനി അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് കറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കറിക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം. ആദ്യം സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കറി നല്ലതുപോലെ ക്രീമി ആയിട്ടുണ്ട്. ഇങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. ഇനി കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ കറി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി ഈ കറിയിലേക്ക് ഒരു താളിപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വഴറ്റി കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇതിനി കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇനി ഈ ചിക്കൻ കുറുമയുടെ കൂടെ കഴിക്കാൻ വെള്ളയപ്പം തയ്യാറാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ ചിക്കൻ കുറുമ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ കോംബോയാണ്. എല്ലാവർക്കും ഈ കുറുമ വളരെയധികം ഇഷ്ടപ്പെടും.
നിങ്ങൾ ഇനി വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം.